നെല്ല് സംഭരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. 2005 സ്വകാര്യ മില്ലുകളിലെ സമ്മർദ്ദത്തിനും ചൂഷണത്തിനും തന്ത്രങ്ങൾക്കും എതിരെ കർഷകർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഫലമായിട്ടാണ് നെല്ല് സംഭരണം എന്ന ആശയം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചത്. കാരണം ഈ നെല്ല് വാങ്ങുവാനായിട്ടുള്ളത് വിപണി എന്ന് പറയുന്നത് സ്വകാര്യ മില്ലുകളാണ്. കുട്ടനാടിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ, കുട്ടനാട് തന്നെയല്ല പാലക്കാട്ടായാലും ചരിത്രം നോക്കിയാൽ ഏറ്റവും അധികം ചൂഷണം നേരിടുന്നത് നെല്ല് വിൽക്കുന്ന സമയത്താണ്. ചീഞ്ഞ് പോയ മത്സ്യങ്ങളോട് കാണിക്കുന്ന സമീപനമാണ് മില്ലുകൾ പലപ്പോഴും കൃഷിക്കാരോട് കാണിക്കുക. നെല്ല് മോശമാണ്, ഗുണനിലവാരം മോശമാണ്, ഈർപ്പമുണ്ട്, കല്ലും പതിരും കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഈ നെല്ലെടുക്കാതെ പോവുക, വില കുറയ്ക്കുക, ഈ തന്ത്രങ്ങൾ വർഷങ്ങളായിട്ട് കർഷകർ നേരിടുകയാണ്. 2005 അതിന് പുറമെയാണ് സ്വകാര്യ മില്ലുകൾ മുഴുവനായിട്ട് സംഘടിതമായിട്ട് നെല്ലെടുക്കുന്ന പ്രക്രിയയിൽ നിന്ന് വിട്ടുനിന്ന് ഒരു സമ്മർദ്ദം, കർഷകരെ കിട്ടുന്ന വരയ്ക്ക് നെല്ല് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാകാം അങ്ങനെ ആ നെല്ല് സമ്മർദ്ദത്തിൽ പൂർണ്ണമായിട്ട് വിട്ടു നിന്നപ്പോൾ അന്ന് 2-3 മാസത്തോളം ഈ നെല്ല് കളങ്ങളിലും വീടുകളിലും പാടശേഖരങ്ങളിലും കൂന കൂടിക്കിടന്ന് നശിച്ച് നനഞ്ഞ് കിളുക്കാൻ തുടങ്ങിയ അവസരത്തിലാണ് കർഷകർ അന്ന് സംഘടിച്ചത്, സമരം ചെയ്തത്. അന്ന് ഗവൺമെൻറ്റിന് മുമ്പിൽ കർഷകർ വെച്ച നിർദ്ദേശം, ഈ നെല്ലെന്ന് പറയുന്നത് ഒരു അന്നമാണ്, ജീവൻ്റെ പ്രതീകമാണ്, ഇത് ഗവൺമെൻറ്റിൻ്റെ കൂടെ ഒരു ഉൽപ്പന്നമാണ്, ഒരു ദേശീയമായ ഒരു ഭക്ഷ്യസാധനമാണ്. അതുകൊണ്ട് നെല്ല് ഇങ്ങനെ പലയിടത്തും കടന്ന് കീർത്തും നശിച്ചും ആർക്കും വേണ്ടാത്ത ഒരു വസ്തുവായി പോകുന്നത് നെല്ലിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപമര്യാദയും ബഹുമാനക്കുറവുമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഈ നെല്ല് ഏറ്റെടുക്കണം. എന്നിട്ട് ഗവൺമെൻറ് ഈ നെല്ല് കുത്തി അരിയാക്കി സംസ്ഥാനത്തെ റേഷൻ കട വഴി പൊതുവിതരണ സമ്പ്രദായം വഴി പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുക. അക്കാലത്ത് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന പച്ചരിയായിരുന്നു, അതും പുഴുക്കൾ പൂത്ത് നനഞ്ഞു നശിച്ച പച്ചരിയായിരുന്നു റേഷൻ കട വഴി പാവപ്പെട്ടവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിന് ബദലായിട്ട് പാലക്കാടും മട്ടുകല കുട്ടനാടിനും പുഞ്ചേരിയോ ഗുണനിലവാരമുള്ള നല്ല അരി നമ്മുടെ പാവപ്പെട്ട ആളുകൾ ഭക്ഷിക്കട്ടെ, കർഷകർ രക്ഷപ്പെടട്ടെ. അങ്ങനെ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു, ഭക്ഷ്യമന്ത്രി അടൂർ പ്രകാശായിരുന്നു. ഞങ്ങൾ കർഷകരെല്ലാം കൂടി ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനം സ്വീകരിച്ചിട്ട് ഒരുപക്ഷെ അപ്രായോഗികമായ നടപ്പിലാകാത്ത ഒരു ഉട്ടോപ്യൻ ഐഡിയ ആണ് നിങ്ങൾ കർഷകർ പറയുന്നതെന്ന് പറഞ്ഞ് മന്ത്രിമാർ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുന്നതോറും നെല്ല് വീണ്ടും വീണ്ടും കടന്നു നശിക്കുന്നു. ഇത് വിട്ടിട്ട് വേണം കുട്ടികളെ, അടുത്ത സ്കൂൾ തുറക്കാൻ പോകുന്നു, കുട്ടികളെ ഉപരിപഠനത്തിന് അയക്കണം, വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ നടക്കണം, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു, ആശുപത്രിയിൽ ചില ഓപ്പറേഷൻസൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. എല്ലാ കണക്കൂട്ടിലും തെറ്റുകയാണ്. അടുത്ത കൃഷിയിൽ താളം തെറ്റുന്നു. ഗവൺമെൻറ് അനങ്ങുന്നില്ല, മില്ലുകാരും ചലിക്കുന്നില്ല. പാവപ്പെട്ട കർഷകർ എന്തു ചെയ്യും? അങ്ങനെയാണ് ചരിത്രപ്രസിദ്ധമായ ആ സമരം, അത് കുട്ടനാടിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സമരമാണ്. ഒരു പ്രതീകാത്മക സമരമായിരുന്നു. 2005 ഏപ്രിൽ മെയ് മാസത്തെ കൊയ്ത്ത് കഴിഞ്ഞ് ജൂൺ മാസത്തിലാണ് ഈ സമരം നടക്കുന്നത്. ആർക്കും വേണ്ടാതെ കടന്ന് നശിക്കുന്ന നെല്ല് ഞങ്ങളുടെ പൊന്നോമനകളാണ് എന്ന കർഷകർ പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങൾ വേദനിച്ച് കഷ്ടപ്പെട്ട് പോയിട്ട് വളർത്തി ഇത്രയുമാക്കിയ ഈ അന്നം, ഈ നെല്ല് ആർക്കും വേണ്ടാതെ കടന്ന് നശിച്ചു പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആർക്കും വേണമെങ്കിൽ ഇതിനെ സംസ്കരിക്കാൻ കൊണ്ടുപോവുകയാണ്. ഒരു സെമിത്തേരിയിൽ ഒരു മരിച്ചുപോയ സ്വന്തം കുഞ്ഞിനെ സംസ്കരിക്കാൻ എങ്ങനെ കൊണ്ടുപോകുമോ ആ മാനസിക വ്യാപാരത്തോടെയാണ് ദുഃഖമാൻറ്റിൻ്റെ ആ അകമ്പലോടുകൂടി AC റോഡിലൂടെ ശവമഞ്ചത്തിൽ നെല്ലുമെടുത്ത് റീത്തും വെച്ച് ഒരു വിലാപ യാത്ര നടത്തി. ഭയങ്കരമായ കർഷകരുടെ സാന്നിധ്യം കൊണ്ടത് വളരെ പ്രസിദ്ധമായി. ഉമ്മൻചാണ്ടി ഡോക്ടർ KC ജോസഫ് വന്ന MLA ആണ്, അദ്ദേഹത്തെ
എന്നെയും കർഷക നേതാക്കളെയും ചർച്ചയ്ക്ക് വിളിച്ചു. ഞങ്ങൾ ഇതേ ഡിമാൻഡ് വീണ്ടും വെച്ചു. ഗവൺമെൻറ് നെല്ല് ഏറ്റെടുക്കണം. ഇനി സ്വകാര്യ മില്ലുകളുടെ ചൂഷണത്തിൽ നിന്ന് ഈ കർഷകരെ മോചിപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട അതായിരുന്നു. നെല്ലിന് ഒരു ഉടമസ്ഥൻ വേണം, വാങ്ങാൻ ഒരാൾ വേണം. അത് ഇന്നും ഉറപ്പായ ഒരു മാർക്കറ്റായിരിക്കണം. സ്വകാര്യ മില്ലുകൾക്ക് ഇനി ഈ കർഷകരെ വിട്ടുകൊടുക്കരുത്. അത് വളരെ ദയനീയമായിട്ട് തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചു. ഇത്തവണ കുറച്ചുകൂടെ സഹാനുഭൂതിയോടെ ഗവൺമെൻറ് സമീപിച്ചു. ഒത്തിരി ചർച്ചകൾക്ക് ശേഷം ആശ്വസിപ്പിക്കാനെന്ന വണ്ണം പറഞ്ഞു വിട്ടു, 2 ആഴ്ചക്കകം തീരുമാനം അറിയിക്കാൻ ക്യാബിനറ്റ് കൂടട്ടെ. ഏതായാലും ക്യാബിനറ്റിൽ മന്ത്രിമാരെല്ലാം ഒരു അനുകൂല തീരുമാനം എടുത്തെന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് 2005 കുട്ടനാട്ടിലെ നെല്ല് ആദ്യമായിട്ട്, ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കിൻഡലിന് 707 രൂപയ്ക്ക്, അന്ന് 500 രൂപ പോലും വിലയില്ല, 707 രൂപയ്ക്ക് വില നിശ്ചയിച്ച് കുട്ടനാട്ടിലെ നെല്ല് ഏറ്റെടുക്കുമെന്ന് ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു. അങ്ങനെ നെല്ല് ഏറ്റെടുക്കുന്ന അവസരത്തിൽ വീണ്ടും ഞങ്ങൾ കാണുന്നത് സ്വകാര്യ മില്ലുകളെ സർക്കാർ സമീപിക്കുന്നതായിട്ടാണ്. കാരണം ഈ നെല്ല് കുത്തി അരിയാക്കാൻ ഗവൺമെൻറ്റിന് മില്ലുകളില്ല. ഗവൺമെൻറ്റിന് ഉള്ള മില്ലുകൾ 1-2 തുടങ്ങിയെങ്കിലും പൂർത്തിയായിട്ടില്ല. തകഴി ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഗവൺമെൻറ് സപ്ലൈകോയെ സംഭരണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും അവരെ സ്വകാര്യ മില്ലുകളെ സമീപിച്ചു. അവർക്ക് ചില വ്യവസ്ഥകൾ വെച്ചു, സെക്യൂരിറ്റി വാങ്ങിച്ചു, എഗ്രിമെൻ്റ് തയ്യാറാക്കി. അങ്ങനെ 10-30-40 മില്ലുകളെ നെല്ല് കുത്താൻ ഏൽപ്പിച്ചു. അവിടെ വീണ്ടും ചൂഷണം ആരംഭിക്കുകയായിരുന്നു. കാരണം ഈ സ്വകാര്യ മില്ലുകൾ പാടശേഖരങ്ങളിൽ വന്ന് നെല്ല് ഏറ്റെടുക്കുമ്പോൾ നെല്ലിന് 100 കിലോ നെല്ല് കുത്തിയെടുക്കുമ്പോൾ 64 കിലോയെ കിട്ടുകയുള്ളെന്നാണ് മില്ലുകൾ പറയുക. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡം അനുസരിച്ച് 67 കിലോ എങ്കിലും ഒരു കിൻഡൽ നെല്ലിന് അരി ഉണ്ടാകണം. ഈ അത്രയും അരി കിട്ടുകയില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ടും, രണ്ടാമത് നെല്ലിന് ഈർപ്പമുണ്ട്, നനവുണ്ട്. കാരണം കുട്ടനാട് പോലുള്ള സ്ഥലത്ത് എങ്ങനെയായാലും നെല്ലിന് കുറച്ച് നനവുണ്ടാവും. പിന്നെ പതിരുണ്ട്, അജൈവ വസ്തുക്കളുണ്ട്. അങ്ങനെയുള്ള പല കാരണങ്ങൾ പറഞ്ഞ് ഒരു കിൻഡൽ നെല്ല് 100 കിലോ നെല്ല് തൂക്കുമ്പോൾ അത് 5 കിലോ മുതൽ 10 കിലോ വരെ കൂടുതൽ കിഴിവെന്ന് പറഞ്ഞ് ആ പേര് പറഞ്ഞ് കൂടുതൽ നെല്ല് കർഷകർ നികുതിയാക്കാൻ തുടങ്ങി. പിന്നെ നെല്ല് സംഭരിക്കാൻ കാലതാമസം വരുത്താൻ തുടങ്ങി. മില്ലുകൾ തന്നെ ഇടയ്ക്ക് ബ്രോക്കർമാരെ വെക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ കൊണ്ട് ഓരോ വർഷം നെല്ല് സംഭരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾ ഇടപെടേണ്ടി വന്നു. മില്ലുകളുമായിട്ട് ബാർഗൈൻ ചെയ്യേണ്ടി വന്നു. സർക്കാരിന് തലവേദനയായി. എങ്കിലും കർഷകർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, കൊയ്ത്ത് കഴിയുമ്പോൾ നെല്ല് കൊണ്ടുപോകാൻ ആളുണ്ട്, ഗവൺമെൻറ് വില നിശ്ചയിച്ചിട്ടുണ്ട്, ആ വില കിട്ടും. പിറ്റേ വർഷം BS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നെല്ലിൻ്റെ വില 8 രൂപ 50 പൈസ കിലോയ്ക്ക് ആക്കണം, ഇല്ലെങ്കിൽ ഓണത്തിന് ഞങ്ങൾ AC റോഡിൽ തൂശനിലേക്ക് മണൽ വാരിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രതീകാത്മക സമരം നടത്തും. ആ വാർത്ത ചാനലിൽ കൊടുത്തു. ഉച്ച കഴിഞ്ഞപ്പോൾ അച്യുതാനന്ദൻ 8 രൂപ തന്നെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ഓരോ വർഷവും ഗവൺമെൻറ് അനുകൂലമായ നിലപാട് എടുത്തിട്ടുണ്ടെന്നുള്ളത് മറക്കുന്നില്ല. ഓരോ വർഷവും ഇതിൽ 1 രൂപയെങ്കിലും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അവസാനം KM മാണി മന്ത്രിസ്ഥാനത്ത് നിന്ന് പിരിയുന്ന അവസരത്തിൽ ഞങ്ങൾ KM മാണിയെ കാണാൻ പോയി. അന്ന് ഇതുപോലെ ആവശ്യപ്പെട്ടു. അന്ന് 22 രൂപയാണ് വില. KM മാണി പറഞ്ഞു, സാർ പോകുന്നതിന് മുമ്പേ ഒരു 1.5 രൂപയെങ്കിലും നെല്ല് വില കൂട്ടി വെച്ചിട്ട് പോകണം. അങ്ങനെ അദ്ദേഹം ആ ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായി പെടുത്തി. ആ വർഷം പോകുന്നതിന് മുമ്പ് 1 രൂപ വില കൂട്ടി 23 രൂപ 50 പൈസ ആക്കിയിട്ടാണ് അദ്ദേഹം പിരിയുന്നത്. അതിനുശേഷം ഈ 20 കൊല്ലം, ഈ 2025 20 കൊല്ലമായി. ഒത്തിരിയേറെ പ്രശ്നമുണ്ടെങ്കിലും നെല്ല് സംഭരണം ഏറെക്കുറെ കുറ്റമില്ലാത്ത രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് 30 രൂപയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ 30 രൂപ. കാരണം അതിൽ കൂടുതൽ കിട്ടേണ്ടതാണെങ്കിലും, കേന്ദ്രത്തിൻ്റെ താങ്ങുവില വെച്ച് നോക്കുമ്പോൾ കിട്ടേണ്ടതാണെങ്കിലും ഗവൺമെൻറ് ഈ ഇലക്ഷൻ എടുത്തുകൊണ്ടായിരിക്കാം 30 രൂപ പ്രഖ്യാപിച്ചു. 10 വർഷത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10 രൂപയിലേറെ എങ്കിലും വർധന വരേണ്ടടുത്ത് 6 രൂപ 50 പൈസയുടെ വില വ്യത്യാസം വന്നിട്ടുള്ളൂ. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നെല്ല് വില കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. സമ്മർദ്ദം ഉണ്ടായി, കർഷകർ ആവശ്യപ്പെട്ടെങ്കിലും അത് കൂട്ടിയിട്ടില്ല.